കേരളത്തിൽ അതേസമയം തൂക്കുസഭയെന്ന ടുഡേയ്സ് ചാണക്യ എക്സിറ്റ് പോൾ UDF 60 മുതൽ 78 വരെ സീറ്റ് നേടുമെന്നാണ് പ്രവചനം. LDFന് 55 മുതൽ 73 വരെ സീറ്റ് നേടാമെന്നും ടുഡേയ്സ് ചാണക്യ പ്രവചിക്കുന്നു. BJPക്ക് 3 മുതൽ 11 സീറ്റ് വരെ ലഭിക്കുമെന്നും പ്രവചനമുണ്ട്. ബംഗാൾ BJP തൂത്തുവാരുമെന്നാണ് ടുഡേയ്സ് ചാണക്യയുടെ പ്രവചനം. YS അഭിനന്ദനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. YS അഭിനന്ദ, ഇന്നലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവിട്ടിരുന്നില്ല ടുഡേയ്സ് ചാണക്യ. കഴിഞ്ഞ വർഷം ഏറെക്കുറെ ആക്യുറേറ്റായ കൃത്യമായ പ്രവചനമാണ് ടുഡേയ്സ് ചാണക്യ നടത്തിയത്. ഇക്കുറി ടുഡേയ്സ് ചാണക്യ കേരളത്തിൽ പ്രവചിക്കുന്നത് തൂക്കുസഭയാണോ? ഡോക്ടർ അരുൺകുമാർ, കേരളത്തിൽ ഭരണമാറ്റം ഉണ്ടാകുമെന്ന് പ്രവചിക്കുന്ന എക്സിറ്റ് പോൾ സർവേ ഫലങ്ങളാണ് ഇന്നലെ പുറത്തത്. നമ്മൾ അത് ചർച്ച ചെയ്തപ്പോൾ തന്നെ വ്യക്തമായതാണ്. 12 പരിശോധനാ ഫലങ്ങൾ നമ്മൾ അത് കുറച്ചുകൂടി അനലൈസ് ചെയ്യുമ്പോൾ 12 എണ്ണത്തിലും UDF തന്നെ അധികാരത്തിലേക്ക് എന്ന് തന്നെയായിരുന്നു വ്യക്തമാക്കിയത്. ചില ഏജൻസികൾ UDF 100 സീറ്റ് കടന്ന് അധികാരത്തിലേക്ക് എത്തുമെന്നും പ്രവചിച്ചിരുന്നു. ഇപ്പോൾ ടുഡേയ്സ് ചാണക്യയുടെ പ്രവചന ഫലമാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഈ ടുഡേയ്സ് ചാണക്യയ്ക്ക് വലിയ പ്രത്യേകതയുണ്ട്. കാരണം എന്താ, 2014ലെയും 2024ലെയും അടക്കം തിരഞ്ഞെടുപ്പുകളിൽ, ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കൃത്യമായി പ്രവചിച്ച ഒരു ഏജൻസിയാണ് ടുഡേയ്സ് ചാണക്യ. 2021 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ LDF 100 സീറ്റിലധികം വാങ്ങി അധികാരത്തിലേക്ക് എത്തുമെന്ന് പ്രവചിച്ച ടുഡേയ്സ് ചാണക്യ ഒടുവിൽ 99 സീറ്റ് നേടിയാണ് LDF അധികാരത്തിലേക്ക് എത്തിയതെന്ന് ഓർക്കണം. ഈ ടുഡേയ്സ് ചാണക്യയുടെ സർവേ ഫലം നമ്മൾ പരിശോധിക്കുമ്പോൾ 64 സീറ്റാണ് LDF നേടുമെന്ന് പറഞ്ഞിരിക്കുന്നത്, 69 സീറ്റ് UDF നേടുമെന്ന് പറഞ്ഞിരിക്കുന്നു, 7 സീറ്റ് BJP നേടുമെന്ന് പറഞ്ഞിരിക്കുന്നു. അതായത് കേവല ഭൂരിപക്ഷത്തിന് കൂടുതലായി 9 സീറ്റുകൾ നേടി UDF അധികാരത്തിലേക്ക് എത്തും. 64 സീറ്റുകൾ, അതായത് കേവല ഭൂരിപക്ഷത്തിന് 9 സീറ്റ് കുറയാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ +or-9 ആണ്, പ്രോബബിലിറ്റി ആണ്. തൂക്ക മന്ത്രിസഭയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നാണ് ടുഡേയ്സ് ചാണക്യ പ്രവചിക്കുന്നത്. ദേശീയ രാഷ്ട്രീയത്തിലും സമാനമായ രീതിയിൽ തന്നെയാണ് ടുഡേയ്സ് ചാണക്യ പ്രവചനങ്ങൾ നടത്തിയിരിക്കുന്നത്. പശ്ചിമ ബംഗാളാണ് ദേശീയ രാഷ്ട്രീയത്തിൽ ഇപ്പോഴും വലിയ രീതിയിൽ ചർച്ചയാകുന്നത്. പശ്ചിമ ബംഗാളിൽ എങ്ങനെയാണോ BJP പ്രചാരണം നടത്തി അതിന്റെ ഫലം തങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ആത്മവിശ്വാസമാണുള്ളത്. വെസ്റ്റ് ബംഗാളിൽ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ, ഈ കാണുന്ന എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ പൂർണ്ണമായും തള്ളുകയാണ് മമതാ ബാനർജി. പക്ഷേ സുവേന്ദു അധികാരിയുടെ മുഖം അത് ചിരിച്ചു തന്നെ ഇരിക്കുന്നു. സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയാകുമോ, പശ്ചിമ ബംഗാളിൽ ദീദി മുഖ്യമന്ത്രിയാകുമോ എന്നുള്ള ചോദ്യമാണ് നിലവിലുള്ളത്. അസമിൽ BJP മുഖ്യമന്ത്രി ചർച്ചകളിലേക്ക് അടക്കം കടന്നിട്ടുണ്ട്. മന്ത്രിസഭ രൂപീകരിക്കുമെന്ന് ഏകദേശം ഉറപ്പായി. എല്ലാ സർവേ ഫലങ്ങളിലും 100-ലധികം സീറ്റുകളാണ് ഹിമന്ത ബിശ്വ ശർമ്മ നേടുമെന്ന് വ്യക്തമാക്കുകയും. താങ്ക് യു. YS അഭിനന്ദനാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.